4444 313 എന്ന ഐഡിയിൽ ഒരാൾ PM ചെയ്തു. പേരും ഊരും ഒക്കെ ചോദിച്ചു. മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ തെറ്റായ വാദങ്ങൾക്കെതിരെ, അവരുടെ തെറ്റായ ആശയങ്ങൾക്കെതിരെ പോരാടുന്ന ഒരു സാധാരണക്കാരൻ മാത്രമാണ്. അതല്ല, നിങ്ങൾ ഏത് സുന്നിയാണ്? ഞാൻ പറഞ്ഞു, ഞാൻ സുന്നിയാണ്. അല്ല, അങ്ങനെയല്ല, നിങ്ങൾ സംസ്ഥാനക്കാരനാണോ? അല്ല, സമസ്തക്കാരനാണോ? അതല്ല, AP വിഭാഗക്കാരൻ. ഞാൻ ഇദ്ദേഹത്തിന്റെ ചോദ്യം എനിക്ക് മനസ്സിലായി. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ സുന്നിയാണ്, നിങ്ങൾക്ക് എന്താ വേണ്ടത്? അപ്പൊ മൂപ്പർ പറഞ്ഞു, ഞാൻ സക്കാഫിയാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ബഹുമാന പുരസ്സരം തന്നെ പറഞ്ഞു, ഉസ്താദെ നേരത്തെ പറഞ്ഞൂടെ ഞാൻ സമസ്തക്കാരനാണ് എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, സമസ്തക്കാരനായ നിങ്ങൾ എന്തിനാണ് സംസ്ഥാനക്കാരുടെ റൂമിലിരിക്കുന്നത്? ശരിയല്ല, നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരൂ എന്ന് പറഞ്ഞുകൊണ്ട്, അവരെക്കുറിച്ച് ചില കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ട് അവരുടെ റൂമിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോയി സുന്നത്തി ജമാഅത്ത് പറയാം. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കറിയാം, അലങ്കാര വസ്തുക്കളെ പോലെ പുറമേ കാണുന്ന ചില മോടികൾ, അതാണ് യഥാർത്ഥത്തിൽ ആ വിഭാഗം. പെട്ടെന്ന് ആരും കണ്ടാൽ ആകർഷിച്ചു പോകും, അല്ലേ? 110 സുന്നി, അല്ലേ? അങ്ങനെയൊക്കെയാ പറയാം, 110 സുന്നി. സുന്നത്തെ ജമാഅത്ത് പറയുന്നത് അവർ മാത്രമേ ഉള്ളൂ എന്നൊക്കെയായിരുന്നു വെപ്പ്. അങ്ങനെ അവരുടെ കൂടെ കൂടി കുറച്ചുനാൾ പ്രവർത്തിച്ചു. നേരത്തെ ഇവിടെ ഉസ്താദന്മാർ സൂചിപ്പിച്ചതുപോലെ കൂടെ കിടന്ന് രാപ്പനെ അങ്ങോട്ട് ശരിക്കും അറിഞ്ഞു. മുടി വന്നു, മുടി വിവാദം എരിപെരി കൊണ്ടു. ആ സമയത്ത് ഞാനും കരുതിയത്, പടച്ചോനെ, ലക്ഷക്കണക്കിന് ആളുകളുടെ മുമ്പിൽ അദ്ദീനു ബിൽ ഇസ്നാദ് ബിൽ അസ്നാദ്, ടെലിഫോൺ വിളിച്ച് ചോദിച്ചവരെ സനദിത വായിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വായിച്ചു കേട്ടപ്പോ ഞാനും വിചാരിച്ചു സനദ് തന്നെയാണ്. പിന്നെയാണ് സമസ്ത കേരള ജമിയത്തുലമയുടെ കിതാബ് തിരിയുന്ന പണ്ഡിതന്മാർ പറഞ്ഞത്, അത് സനദല്ല കൂട്ടരെ, അത് നസബയാണ്. അവിടുന്ന് ചെറിയ തട്ടിപ്പും വെട്ടിപ്പൊക്കെ തിരിയാൻ തുടങ്ങി. പിന്നെ മുഷാവറ കൂടലുണ്ട് നമ്മൾ ഓൺലൈനിൽ. AP വിഭാഗത്തിന്റെ കുറച്ച് അറിവുള്ള ആളുകളൊക്കെ കൂടിയിട്ടൊരു മുഷാവറ കൂടൽ. ഇനി എന്ത് മറുപടി പറയണം? ആദ്യം ആ കെട്ടുകണക്കിനുള്ള മുടി, ആ നീളമുള്ള മുടി കണ്ടപ്പോ എല്ലാവർക്കും ആരും വിശ്വസിക്കില്ല. ആ തരത്തിലുള്ള കെട്ടുകണക്കിന് നീളമുള്ള മുടിയായിരുന്നു. അത് വന്നപ്പോ പറഞ്ഞു, അത് SKSFന്റെ പ്രവർത്തകർ കമ്പ്യൂട്ടറിൽ കൂടി കൃത്രിമമായിട്ട് നീട്ടം കൂട്ടിയതാണ്, അത്രയൊന്നും നീളമില്ല. പിന്നെ അതിനെക്കുറിച്ച് പരിശോധിച്ച് നോക്കുമ്പോഴത്തേക്ക് AP വിഭാഗത്തിന്റെ സൈറ്റിൽ നിന്ന് തന്നെയാണ് ആ ചിത്രം പുറത്തു വന്നത്. ഇങ്ങനെ ആകപ്പാകയുടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. അങ്ങനെ മുഷാവറ കൂടി ഓൺലൈനിൽ തന്നെ. ഇനി എന്ത് മറുപടി പറയണം? കുറെ സമയം പറഞ്ഞു, അത് നമ്മൾ കൊണ്ടുവന്ന ആ മുടിയല്ലാതെ അത്ര നീളമൊന്നുമില്ല, അത് SKക്കാർ ഉണ്ടാക്കിയതാണ്. പിന്നെ പറയുന്നത് അത് ഞങ്ങൾ കൊണ്ടുവന്ന് തന്നെയാണ്, മുടി വളരും, വർഷത്തിൽ 1.7 സെന്റിമീറ്റർ മുതൽ 2.4 സെന്റിമീറ്റർ വരെ വളരും എന്ന് പറഞ്ഞു. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കളവിൽ നിന്ന് കളവിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സംശയമായി. അപ്പൊ മൗനം അവലംബിച്ചു. ആ സമയത്താണ് ബഹുമാനപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ കരുത്തുറ്റ ശബ്ദം ബഹുമാനപ്പെട്ട ഹമീദ് ഫൈസി ഉസ്താദ് ബോംബെയിൽ പോയിട്ട് മുടിയും മുടിക്കാരനെയും കൈയോടെ പിടികൂടിയിട്ട് പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. വ്യക്തമായ ഫോട്ടോ വീഡിയോ സഹിതം മുടിയടക്കം ഒന്നേ ചോദിച്ചല്ലോ 7 എണ്ണം, അല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ മത്തി വാങ്ങിക്കാൻ പോയാൽ 10 എണ്ണാണെങ്കിൽ 1 എക്സ്ട്രാ തരും. ഇതോ ലക്ഷങ്ങളല്ല കോടികൾ പോലും കൊടുത്താൽ കിട്ടാത്ത അള്ളാഹുവിന്റെ ഹബീബ് മുത്തുമണി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകേശമാണെന്ന് പറയുന്ന ആ സാധനം ഒന്ന് ചോദിച്ചപ്പോൾ ഇന്ന് പിടിച്ച 7 എണ്ണം. ഒരു മുടിയുടെ വില നൂറിന് തങ്ങൾ എത്രയാണ്? 575 രൂപ, തുച്ഛമായ വിലക്ക്. ഇതൊക്കെ ആകപ്പാടെ കണ്ടപ്പോ ഞാൻ പറഞ്ഞു, ഇനി എന്നെ കിട്ടൂല മുടിക്ക് വേണ്ടി സംസാരിക്കാൻ. പിന്നെ ഞാൻ ചോദിച്ചു മാന്യമായൊരു ചോദ്യം. ഞാൻ എല്ലാവരെയും, അവരും സുന്നി നേതാക്കളാണ്, സുന്നി പണ്ഡിതന്മാരാണ് എന്ന് തെറ്റിദ്ധരിച്ചിരുന്നവരായിരുന്നു. അവരോട് ചോദിച്ചു, 1989 ഇങ്ങളെ പുറത്താക്കാൻ
അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് പോലെ ഇറങ്ങിപ്പോകാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞത് അത് അന്ന് പ്രസിഡന്റായിരുന്ന മഹാനായ കണ്യത്ത് ഉസ്താദിന് അത്തും വിത്തുമായിരുന്നു. രണ്ടാമത്തത് ഈ മുടി വിഷയത്തിൽ ഈ ഹമീദ് ഫൈസി ഉസ്താദ്, അതുപോലെ നാസർ ഫൈസി ഉസ്താദ്, അതുപോലെ സത്താർ പന്തലൂർ സാഹിബ്, ഇതുപോലെയുള്ള ഈ നേതാക്കൾക്ക് മാത്രമാണ് അസൂയ കൊണ്ട് അവർ പറയുന്നതാണ്. സമസ്തയുടെ നേതാക്കളൊക്കെ ഇത് അംഗീകരിക്കുന്നുണ്ട്, പലരും അംഗീകരിക്കുന്നുണ്ട്. കാളമ്പാടി ഉസ്താദിനൊക്കെ ഭയങ്കര വിഷമാണ് ഈ SKSFന്റെ കുട്ടികൾ ഇങ്ങനെ കളിക്കുന്നുണ്ട്. ഇപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ മുഷാവറയിലെ എത്ര ആളുകൾക്ക് ആ മുടിയിൽ വിശ്വാസമുണ്ട് എന്നാണ്. ഏതായിരുന്നാലും നിങ്ങളുടെ ഇന്നത്തെ പ്രസിഡന്റ് എന്നെ ഉസ്താദിന് അതിന് വിശ്വാസമില്ല, എന്നോട് പറഞ്ഞതാണ്. ഞാൻ ആ മുടി കാണാനും പോയിട്ടാ, ഞാൻ ആ മുടി ഇട്ട വെള്ളം കുടിച്ചിട്ടുമില്ല, എന്റെ കുടുംബക്കാരും കുടിച്ചിട്ടില്ല എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞതാണ്. നിങ്ങളെ മുടി പോലെയല്ല, സനതുണ്ട്, ശബ്ദരേഖ എന്റെ അടുത്ത് ഇപ്പോഴും സൂക്ഷിപ്പുണ്ട്, സത്താർ സാഹിബിന്റെ കയ്യിലും ഉണ്ട്. ഇത് കേട്ടപ്പോ ഉടനെ എതിർത്തില്ല. ഇതിപ്പം നാട്ടിൽ വന്നതുപോലെ ആ സമയത്തൊന്ന് നാട്ടിൽ വന്നു. ജീവിതത്തിൽ ആദ്യമായിട്ട് മലപ്പുറത്തിന്റെ മണ്ണിൽ കാലുകുത്തി. ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദിനെ കാണണം എന്ന് കരുതിക്കൊണ്ട് ആദ്യം തൃപ്പണിച്ച് വലിയുള്ളാഹി ഉസ്താദിനെ കണ്ടു. അവിടുന്ന് നേരെ കാളമ്പാടി ഉസ്താദിന്റെ അടുത്തേക്ക് പോയി. കാളമ്പാടി ഉസ്താദിന്റെ വീട് അതൊക്കെ ഒന്ന് പോയിട്ട് കാണണം. ഒരു ചെറിയ കുടില്, വളരെ ചെറിയ കുടില്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റായ ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദിന്റെ വീട്. അത് കണ്ടാൽ തന്നെ ചോദിക്കാൻ പോയ ചോദ്യങ്ങളൊക്കെ മറന്നു. ആ കാളമ്പാടി ഉസ്താദിന്റെ അടുത്ത് പോയിട്ട് ഉസ്താദിനെ കണ്ടു. ഉസ്താദ് ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ ഉസ്താദിന്റെ കാലിലൊരു ഇഞ്ചക്ഷൻ ചെയ്യായിരുന്നു. ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ സഹായി അങ്ങോട്ട് മാറി ഉസ്താദ് എഴുന്നേറ്റ് ഞങ്ങളെ സ്വീകരിച്ചിരുത്തി. എവിടെന്നാ വരുന്നത്? കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂരിൽ നിന്നാണ്. സൗദി അറേബ്യയിലെ റിയാദിലായിരുന്നു. നാട്ടിൽ വന്നപ്പോൾ ഉസ്താദിനെ ഒന്ന് കാണാന്ന് വിചാരിച്ചിട്ട് വന്നാണ്. ഈ രാത്രി സമയത്ത് എന്നെ കാണാനായിട്ട് വന്നതാണ്. ആ ചോദ്യം നിങ്ങളോടാണ്. നിങ്ങൾ ആരും പോവാത്തോണ്ട് അങ്ങനെ ചോദിച്ചു. എന്നെ കാണാനായിട്ട്, ഞാൻ പറഞ്ഞ ഉസ്താദിനെ കാണാനായിട്ട് വന്നതാണ്, പൊരുത്തം വാങ്ങാൻ വേണ്ടി വന്നതാണ്. അല്ല, വേറെ എന്തോ ഉണ്ട്, അത് പറയണം. ഞാൻ പറഞ്ഞില്ല, ഉസ്താദിനെ കാണാനായിട്ട് വന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ചോദ്യം ചോദിക്കാൻ മനസ്സ് ആഗ്രഹിക്കുന്നില്ല. കാരണം ചില ക്ലിപ്പുകളുടെ കാലായിരുന്നത്. ഉസ്താദ് എന്നെയും തെറ്റിദ്ധരിച്ചെങ്കിലോ? അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ വന്ന ഉദ്ദേശം പറയാം. നിവൃത്തിയില്ല, മനസ്സ് അറിഞ്ഞുകൊണ്ടുള്ള ചോദ്യമാണ്. ചോദിച്ചു, ഉസ്താദെ ഇങ്ങനെ ചില കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്, അപ്പുറത്തെ വിഭാഗക്കാര് ഒരു മുടി കൊണ്ടുവന്നിട്ട് തിരികേശമാണെന്ന് പറയുന്നുണ്ട്, നമ്മുടെ സമസ്തയാണെങ്കിൽ അത് അംഗീകരിക്കുന്നുമില്ല. പക്ഷേ ഉസ്താദും അതുപോലെ സമസ്ത കേരള ജംഇയ്യത്ത് സത്യാവസ്ഥ നേരിട്ട് അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ്. ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ വരുമ്പോ കണ്ടില്ലേ എന്റെ കാലിന് ഇഞ്ചക്ഷൻ ചെയ്യുന്നത്? എന്റെ ഒരു കാല് പൂർണ്ണമായിട്ട് അങ്ങോട്ട് തളർന്നിരിക്കുന്നു, മറ്റേ കാലം തീരെ വയ്യ, ഞാൻ ഒരു പരിപാടിക്കും പോകാറില്ല. എന്നിട്ടും എന്റെ പ്രസ്താവന ഞാൻ എഴുത്തുമൂലം അറിയിച്ചു. ആ മുടി വ്യാജം തന്നെ. ഞാൻ പറഞ്ഞു, ഉസ്താദ് അതെങ്ങനെയാ? അപ്പുറത്തിരിക്കുന്നത് നല്ല തലയിക്കെട്ടൊക്കെ കെട്ടിയിട്ട് വലിയ പണ്ഡിതന്മാരല്ലേ, അവർ അങ്ങനെ ചെയ്യോ? ഗണ്ഡന മണ്ഡന പ്രസംഗങ്ങളൊക്കെ നടത്തുന്ന പേരോട് ഉസ്താദല്ലേ, അവർക്ക് അതിന് കൂട്ടുനിൽക്കുമോ? ഉസ്താദിന് മറുപടി പറഞ്ഞിരുന്നു, അവസാന കാലത്ത് പണ്ഡിത വേഷധാരികളായ ചില ആളുകൾ വരും, അവർ ദുനിയാവിന് വേണ്ടി ജീവിക്കുന്നവരാണ്. അവസാന കാലം പറഞ്ഞു, ശരി, ഞാൻ സാധാരണക്കാരനാണ്, അപ്പുറത്തിരിക്കുന്നത് വലിയ വലിയ പ്രാസംഗികന്മാരാണ്, ഞാൻ സാധാരണക്കാരിൽ സാധാരണക്കാരനാണ്, ഞാൻ ഇതിൽ ഇടപെടണ്ടല്ലോ, ഞാൻ എന്റെ പാഠം നോക്കി പോയാ പോരെ? പറ്റൂല. നിങ്ങളെ പോലെയുള്ള യുവാക്കളാ പ്രവർത്തിക്കേണ്ടത്. നിങ്ങൾ പ്രവർത്തിക്കണം. ഒരൊറ്റ വാക്കാണ്. ഞാൻ എവിടെയും കിതാബോധാൻ പോയിട്ടില്ല, എനിക്ക് ആര് ട്യൂഷൻ എടുത്ത് തന്നിട്ടില്ല. 3 വർഷത്തിൽ കൂടുതലായി, 4 വർഷത്തോളമായി ഇന്ന് വരെ ആ മുടിച്ചർച്ചയുമായിട്ട് മുന്നോട്ട് പോകുന്നു. മുടി, പൊടി, ചട്ടി, തടി, ഇതൊക്കെ അങ്ങോട്ട് നന്നായിട്ട് ഇന്ന് വരെ പലരോടും സംവദിച്ചു, സംസാരിച്ചു. സഖാഫിമാരോടും സാദിമാരോടും പലരോടും സംസാരിച്ചു. ഇന്ന് വരെ ഒരാളുടെ മുന്നിൽ ഉത്തരം മുട്ടേണ്ട ഒരു ഗതി വന്നിട്ടില്ല. അത് എന്റെ കഴിവല്ല, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കഴിവാണ്. ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദിന്റെ പൊരുത്താണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല കാളമ്പാടി ഉസ്താദിന്റെ കബറിടം സ്വർഗ്ഗ പൂന്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അവിടുന്ന് തിരിച്ചു വന്നു. കാളമ്പാടി ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്, പ്രവർത്തിച്ചേ പറ്റൂ, നിങ്ങളെ പോലെയുള്ള യുവാക്കളാ പ്രവർത്തിക്കേണ്ടത്. പ്രവർത്തിക്കാൻ തുടങ്ങി.
തുടങ്ങിയപ്പോ ചെറുതായിട്ട് പറയാൻ തുടങ്ങിയപ്പോ സുബ്ഹാനല്ലാഹ് നെറ്റ് കോള് SMS ഡിക്ഷണറിയിൽ നോക്കിയാൽ കാണൂല അമ്മാതിരി തെറിയാണ്. ഭീഷണി വേറെ, തെറി വേറെ. അവിടെ വിളിച്ചിട്ട് തെറി പോരാഞ്ഞിട്ട് വീട്ടിൽ വിളിച്ചിട്ട് തെറി പറയാ. മോനെ കാണൂല അല്ലേ? ഇത്തരത്തിലുള്ള ഭീഷണികളും തെറികളും ഒരുപാട് കൂടി. അതിൻ്റെ ഇടക്ക് നിങ്ങളുടെ നാട്ടിലുള്ള ഒരാള് ഒരു മാന്യദേഹം അദ്ദേഹം പറയാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്, നിങ്ങൾ എന്നോട് കളിച്ചോ, എന്റെ മോനോട് കളിക്കണ്ട, ഓനെ നിങ്ങൾ സൂക്ഷിക്കണം. ആളെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. മൂപ്പരെടുത്ത് പോയിട്ട് ഏതോ ഒരു സാധു സിഹിർ ചെയ്തു പോലും 2 ആഴ്ചനെ കൊണ്ട് നാവിന് ക്യാൻസർ പിടിക്കും. അള്ളാഹിന്റെ അനുഗ്രഹം കൊണ്ട് 2 ആഴ്ച കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞു. അവർക്ക് തിരിഞ്ഞിട്ടില്ല. ഇപ്പുറത്തിരിക്കുന്നത് അള്ളാഹുവിന്റെ ഔലിയാക്കളാണ്. ഇതുവരെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. അൽഹംദുലില്ലാ. സജീവമായിട്ട് ചില ആളുകൾ ചില പേടിയുണ്ട് അല്ലേ? അവർ സാഹിര്യങ്ങളാണ്, സിഹിർ ചെയ്യും, അവർ അങ്ങോട്ട് കിടത്തിക്കളിയും. അവർക്കതിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് പിറ്റേ ദിവസം ജലദോഷമോ പനിയോ വന്നാൽ ഇത് സിഹിറല്ലേ. അങ്ങനെ ഒന്നുമില്ല കേട്ടോ. സിഹിർ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. അവർ സിഹിർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സിഹിർ റബ്ബർ പന്ത് ചുമരിലെറിഞ്ഞാൽ അത് ഏത് വേഗതയിലാണോ തിരിച്ചു വരുന്നത് അതേപോലെ അത് തിരിച്ചയക്കാൻ കഴിവുള്ള പണ്ഡിതന്മാർ സമസ്ത കേരള ജമിയത്തിലും ഉണ്ട്. എന്തിനേറെ ഞാൻ പ്രവർത്തിക്കുന്ന എന്റെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂം, ബൈലക്സ് മെസഞ്ചറിലെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലുള്ള പണ്ഡിതന്മാർ, അവരെ മാത്രം എടുത്താൽ മതി. ആ ഉസ്താദുമാരുടെ ദുആ അതുപോലെ തന്നെ മറക്കാൻ കഴിയില്ല. എന്നെക്കാൾ പേടി എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ഫൈസി, ഒരുപാട് ദാരിമി ഉസ്താദുമാർക്കാണ്. റിയാദിലുള്ള ചില ഫൈസിമാർ എന്നെ കൊണ്ടുപോയി ഒരു ഫദ്ഫരി ഉസ്താദിന്റെ അടുത്ത്, ഷംസുലും എന്റെ നേരെ ശിഷ്യനാണ്, അദ്ദേഹത്തിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഇവൻ ആണ് ആ സാധനം, മറ്റവർ നോട്ടം ഇട്ടിട്ടുണ്ട്, ഒന്ന് ദുആ ചെയ്യ്. ഒന്ന് വിരൽ ചൂണ്ടിട്ട് പറഞ്ഞു, നീ പറഞ്ഞോ, ഒന്നും സംഭവിക്കില്ല. അങ്ങനെയുള്ള പല നേതാക്കൾ സമസ്ത കേരള ജമിയത്തിലുമേയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ എന്നോട് കളിച്ചോ, പക്ഷെ എന്റെ മോനോട് കളിക്കരുത് എന്ന് പറഞ്ഞ അദ്ദേഹം പറയണമായിരുന്നു, മോനെ നീ ആരോടും കളിച്ചോ, സമസ്ത കേരള ജമിയത്തുലമയോട് കളിക്കരുത്, SKSSF-നോട് കളിക്കരുത് എന്നായിരുന്നു പറഞ്ഞു കൊടുക്കേണ്ടത്. ഈ അടുത്ത കാലത്ത് മംഗലാപുരം ഭാഗത്ത് വെച്ച് SKSSF-ന്റെ ഗുണ്ടകൾ മൂപ്പറെ കല്ലെറിഞ്ഞു പോലും, കൈക്കൊക്കെ പരിക്ക്, ചോര അങ്ങോട്ട് ഒലിക്കാണ്. ഞാൻ വന്നിറങ്ങിയതും ആ സമയത്ത്. പിറ്റേ ദിവസം തന്നെ വണ്ടി കയറി മംഗലാപുരം സജീപ്പ എന്ന് പറയുന്ന സ്ഥലത്ത് ആ നാട്ടിൽ പോയി. സമസ്ത കേരള ജമിയത്തുലമയെ അംഗീകരിച്ചു കഴിയുന്ന മഹല്ലാണത്. 99.9%. ആ വിഷയത്തിലേക്ക് ഞാൻ കൂടുതലായിട്ട് പോകുന്നില്ല, ചുരുക്കി പറയാണ്. മൂപ്പർ അവിടെയും വന്നു ഫിത്നയുണ്ടാക്കാൻ, പറഞ്ഞു ഞാൻ തീയാണ്, എന്നോട് കളിക്കരുത്. തീനെ കളിക്കാൻ ആ നാട്ടുകാർ പറഞ്ഞു, ഞങ്ങൾ മണ്ണിനെ കൊണ്ടാണ് ഉണ്ടാക്കി, നമ്മൾ മണ്ണ് വാരിയിടും, തീ കെടും. മൂപ്പർ വണ്ടി തിരിച്ചു വിട്ടു, നടക്കൂല. അവിടെ അങ്ങനെ ഒരു SKSF-ന്റെ ഗുണ്ടകളുമില്ല, ഒരു SKSF-ന്റെ പ്രവർത്തകരും അദ്ദേഹത്തെ കല്ലെറിഞ്ഞിട്ടില്ല. വെറുതെ ഫിത്നയാക്കാണ്. മുടിയിൽ കുടുങ്ങിയിട്ട് ചക്രസാസം വലിച്ചിട്ട് ശവത്തിൽ നിന്ന് പേൻ കൊഴിയുന്നത് പോലെ ആ സംഘടനയിൽ നിന്ന് ആളുകൾ കൊഴിഞ്ഞു പോകുന്നത് നിർത്താൻ വേണ്ടിയിട്ട്, സഹതാപ തരംഗമുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കള്ളക്കഥകൾ ഉണ്ടാക്കുകയാണ്. അതിനു മുമ്പുണ്ടായിരുന്നു എന്റെ നാടിന്റെ കുറച്ചപ്പുറം തളിപ്പറമ്പ്, ഓണപ്പറമ്പ് അല്ലെ, SKSF-ന്റെ ഗുണ്ടകൾ പള്ളി തകർത്തു. നിങ്ങൾ കേട്ടിട്ടില്ല അതൊക്കെ അല്ലെ? SKSF-ന്റെ ഗുണ്ടകൾ പള്ളി തകർത്തു. പെട്ടെന്ന് കേൾക്കുമ്പോ അത് കുറച്ച് കൂടിപ്പോയി, പള്ളി തകർക്കണമായിരുന്നു. കഷ്ടകാലത്തിന് ആ സമയത്ത് ഞാൻ നാട്ടിലുണ്ട്. നേരെ വണ്ടി കയറി അവിടത്തേക്കും പോയി നോക്കി. 2 കെട്ടിടം, ഒന്ന് സാംസ്കാരിക നിലയം, 2 മദ്രസ. മദ്രസ കെട്ടിട ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് മാന്യദേഹം വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ, അതിലേക്കൊന്നും ഞാൻ വിശദീകരിക്കുന്നു പോകുന്നില്ല. ഒന്ന് സാംസ്കാരിക നിലയം അല്ലെങ്കിൽ അവരുടെ സെന്റർ, ഒന്ന് മദ്രസ. പള്ളി അവിടെ ഇല്ല കൂട്ടരെ. നിങ്ങൾ അവിടെ പോയി അന്വേഷിച്ചു നോക്കുക, അവിടെ അങ്ങനെ ഒരു പള്ളിയില്ല. പഞ്ചായത്തിൽ പോയിട്ട് അന്വേഷിച്ചു നോക്കുക, അവിടെ അങ്ങനെ ഒരു പള്ളിയില്ല. പച്ചക്കളവ് പറയാം.
അപ്പോഴത്തേക്ക് ബാനറും പോസ്റ്ററും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരു ഏറെയല്ല. നിങ്ങൾ നോക്കി, ഞാൻ എന്റെ പ്രദേശത്തെ കുറിച്ച് പറയുന്നത്, ഓരോ മഹലിലെയും ലീഗ് വിരോധികളായ ജമാഅത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട 2, 3, 4 കുരുത്തം കെട്ട ആളുകൾ, അതിൽ പുത്തൻ പണക്കാരായ ചില ആളുകളും വന്ന് കൂടിയിട്ടുണ്ട്. സ്ഥാനമാനങ്ങൾ പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ ആക്കി കിട്ടിയാൽ മതി എന്ന് കരുതിക്കൊണ്ട് ചില ആളുകളൊക്കെ അതിൽ കൂടിയിട്ടുണ്ട്. ഈ ആളുകളെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉള്ളൂ ഈ വിഭാഗം എന്ന് പറയും. മാഷാ അല്ലാഹ്, നിങ്ങൾ കാത്തിരിക്കുന്ന പ്രഗത്ഭ വ്യക്തികളൊക്കെ എത്തിയിട്ടുണ്ട്. നിങ്ങൾ നേരത്തെ പറഞ്ഞ വിശേഷണങ്ങളൊക്കെ വളരെ നന്നായിട്ട് ചേരുന്ന ആളുകളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ സമൂഹത്തിന്റെ ഫിത്ന ഓരോ മഹലിലും 2, 3, 4 ആളുകൾ, ഇത് തന്നെ, അത് മതിയല്ലോ. വന്നുകൊണ്ട് ആദ്യം തന്നെ പറയാ ഖുർആൻ ക്ലാസ് നടത്തുന്നു, അല്ലെങ്കിൽ സലാത്ത് സംഘടിപ്പിക്കുന്നു, ഇങ്ങനെ പറഞ്ഞിട്ടാ തുടങ്ങുക. അപ്പൊ ആർക്കും എതിർക്കാൻ കഴിയില്ല. ഒരു നാട്ടില് നല്ല തലയിക്കൊട്ടൊക്കെ കെട്ടി സുന്നികളാണെന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ട് സലാത്ത് 4444, അതിൽ കുറയൂല. സലാത്ത് മജ്ലിസാണ്, എല്ലാവരും വരണം. ഇത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മളെ പെണ്ണുങ്ങളൊക്കെ ചാടിപ്പോകും. അവർക്കറിയില്ല അതിനെക്കുറിച്ച്, ചരിത്രം അറിയില്ല. അതുകൊണ്ടാണ് അവർ പോകും. പിന്നെ ഖുർആൻ ക്ലാസ്, പിന്നെ മതപ്രഭാഷണം, പിന്നെ മെല്ലെ പൊടി പൊങ്ങും, പിന്നെ സംഘടനാ പ്രഭാഷണം, പിന്നെ ആ നാട് കുട്ടിച്ചോറാണ്. ഇതാണ് എല്ലാ മഹലിലും നടക്കുന്നത്. ഞാൻ ഓർക്കുന്ന ബഹുമാനപ്പെട്ട താജുദ്ദീൻ ദാരിമി 2 ദിവസം മുമ്പ് എന്നോട് പറഞ്ഞു, ഉസ്താദ് പറഞ്ഞു, ഇവിടെ എവിടെയോ ഒരു മഹലിലെ ചെറിയ പ്രശ്നങ്ങൾ, അത് വല്ലാതെ പ്രശ്നമായി നിൽക്കുമ്പോൾ ഒരു MLA അതിൽ ഇടപെട്ടു. ഈ പ്രശ്നം എങ്ങനെങ്കിലും ഒന്ന് ഒതുങ്ങട്ടെ എന്ന് കരുതിക്കൊണ്ട് അദ്ദേഹത്തിന്റെ റിക്വസ്റ്റ് മാനിച്ചുകൊണ്ട് ഒരു 3 സെന്റ് സ്ഥലം നിങ്ങൾ അവർക്ക് കൊടുക്കൂ. ഒരു MLA പറയുന്നല്ലേ, കേട്ടേക്കാന്ന് കരുതി കൊടുത്തു. MLAക്ക് ഇവർ അറിയാത്തതുകൊണ്ടാണ് കൊടുത്തു. അവർ ആ സ്ഥലത്ത് അവരുടെ ഒരു കെട്ടിടമുണ്ടാക്കി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ തന്നെ അത് പൊളിച്ചു. അപ്പോ നാട്ടുകാർ വിചാരിച്ച് കുറച്ചും കൂടി നല്ല രീതിയിൽ കെട്ടാൻ വേണ്ടിയിട്ടായിരിക്കുന്നു. അതിനല്ല, ഫലസ്തീന്റെ മണ്ണ് ഇസ്രായേൽ ജൂതന്മാർ പിടിച്ചടക്കുന്നത് പോലെ 3 സെന്റ് കൊടുത്ത സ്ഥലം അത് പൊളിച്ചിട്ട് 6 സെന്റിൽ ബില്ല് കെട്ടണം. നാട്ടുകാർ വന്നിട്ട് സാധനം മൊത്തം എടുത്തുകൊണ്ടേ. അപ്പൊ ഇതുപോലെയാണ് ഏതൊരു മഹലിലും എവിടെയും ഫിത്നയും ഫസാദും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അൽഹംദുലില്ലാഹ്, മുടി വന്നതുകൊണ്ട് ഒരുവിധം ആളുകൾക്കൊക്കെ ഇവരെ കുറിച്ച് മനസ്സിലായി. മഹല്ലുകളിൽ ജോലിക്ക് വരുമ്പോൾ തന്നെ ചോദിക്കും, ഏതാ സാധനം അല്ലേ? ഞാൻ എന്റെ വീട്ടിലും വന്നു, പിരിവുമായി ബന്ധപ്പെട്ടിട്ട് വന്നു. ആരാണ്? പള്ളിന്റെ പിരിവിന് വേണ്ടി. ഏത് സുന്നി? അല്ല, ഏത് സുന്നി? അല്ല, സുന്നി അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത്. ഞാൻ പറഞ്ഞു അതല്ല, AP സുന്നിയാണ്. ആ, AP സുന്നി തന്നെ. എന്നാ പിന്നെ വിട്ടോ. ഇത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മഹല്ലാണ്, അതിൽപ്പെട്ടൊരു വീടാണ്. ഫിത്ന ഉണ്ടാക്കാനുള്ള മസ്ജിദുൽ ഇറാറിന് വേണ്ടിയിട്ട് ഞാൻ പണം കൊടുക്കാറില്ല. അപ്പുറം പോയി. ഉമ്മ കുറച്ച് കഴിഞ്ഞപ്പോ പറഞ്ഞു, അല്ലടാ, വീട്ടിൽ വന്നാലേ എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ, അങ്ങനെ അയക്കാൻ പാടില്ല. പക്ഷെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, അത് വളരെ ഗൗരവമായ ബഹുമാനപ്പെട്ട മാണിയൂർ ഉസ്താദ് പറഞ്ഞതുപോലെ ഒരു മഹല്ലിൽ പള്ളി ഉള്ള സ്ഥലത്ത് അതിന്റെ തൊട്ട് മുമ്പിൽ പള്ളി എടുക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് കഴിഞ്ഞപ്പോ വേറൊരാൾ വന്നിട്ട് പറഞ്ഞു, പടച്ചോ നിങ്ങൾ കൊടുക്കാത്ത ഹൈറായി പോയി. സമസ്തയുടെ പള്ളിന്റെ നേരെ മുമ്പിലെടുത്ത പള്ളിയാണ്, സമസ്തന്റെ പള്ളിന്റെ നേരെ മുന്നിലെടുത്ത പള്ളിയാണ്, ഫിത്നക്കായിട്ടുണ്ടാക്കിയ പള്ളിയാണ്. ബഹുമാനപ്പെട്ട മാനീർ ഉസ്താദ് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് യൂട്യൂബുകളിൽ ചെക്ക് ചെയ്താൽ മനസ്സിലാകും, ഉസ്താദിന്റെ പ്രസംഗമുണ്ട്. ആ പള്ളികൾക്ക് മസ്ജിദുൽ ഇറാർ എന്ന് പറയും. അവരെ ആരും സഹായിക്കരുത്, നരകത്തിന് സീറ്റ് ബുക്ക് ചെയ്യുന്നതിന് തുല്യമാണത്. ഇത്തരത്തിലുള്ള ഫിത്നയും ഫസാദും ഒക്കെ ആയിട്ട് ഇവർ വല്ലാതെ കളിക്കുന്നു.
പക്ഷേ സമസ്ത കേരള ജമിയത്തുലമയുടെ നിങ്ങൾ എന്നോട് വിരോധമൊന്നും തോന്നരുത്, നമ്മുടെ പ്രവർത്തകരൊക്കെ ഉറങ്ങിക്കിടക്കായിരുന്നു. ഞാൻ ഇന്നലെ ശംസുൽ ഉലമ എന്തോ ഒരു പ്രസംഗം കേട്ടു, ഇന്നലെ രാത്രി. ശംസുൽ ഉലമ പറയാണ്, എന്റെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെങ്ങാനും ഉണർന്നിരുന്നെങ്കിൽ ഒരാളും അതിനെതിരെ ശബ്ദിക്കില്ല. ഇതുപോലുള്ള സംഘടനയല്ല, മറിച്ച് രാഷ്ട്രീയ സംഘടന ആയിക്കോട്ടെ, ആരുമായിക്കോട്ടെ, അതിനൊന്ന് തിരിഞ്ഞു നോക്കാൻ പോലും പേടിക്കും. വളരെ വ്യക്തമല്ലേ? എന്റെ ഭാര്യ വീട്ടിലെ മാതൃഭൂമി പത്രമായിരുന്നു ഇറക്കിക്കൊണ്ടേയിരുന്നത്. സുപ്രഭാതം വന്നപ്പോ അതങ്ങോട്ട് ക്യാൻസൽ ചെയ്തു, സുപ്രഭാതം ഇടാൻ തുടങ്ങി. ഇന്ന് രാവിലെ ഒരു അത്ഭുതം സംഭവിച്ചു. സുപ്രഭാതത്തിന്റെ കൂടെ വേറൊരു പത്രം ഫ്രീ, പൈസ ഇല്ല, ബുക്കിംഗ് ഇല്ല, ഒന്നുമില്ല. മിക്കവാറും പഴയ മാതൃഭൂമിക്കാരൻ ഓർമ്മയില്ലാതെ ഇട്ടതായിരിക്കും എന്ന് കരുതി. അല്ല, അതിലും ബെല്ലാളാണ്, മലയാള മനോരമക്കാരൻ. ഫ്രീ ആയിട്ട് സുപ്രഭാതം ഇടുന്ന വീടിലൊക്കെ ഇടുക. നിങ്ങൾ നോക്കിയേ. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, പല യൂണിറ്റുകളും പല സ്ഥലങ്ങളിലും നമ്മുടെ കെട്ടുകൾ, സുപ്രഭാതത്തിന്റെ കെട്ടുകൾ കട്ടുകൊണ്ടുപോവുകയാണ്. കാരണം ഞങ്ങളൊന്ന് ഉണർന്ന് പ്രവർത്തിച്ചാൽ മറ്റാർക്കും നിൽക്കാൻ കഴിയൂല, പിടിച്ചു നിൽക്കാൻ കഴിയൂല. ഞാൻ ചോദിക്കട്ടെ, ഈ മുടി വിഷയത്തിൽ SKSF-ന്റെ താഴേക്കടയിലുള്ള കുട്ടികൾ ഒന്ന് ഉണർന്ന് സംസാരിച്ചപ്പോ എവിടെ പോയി? സംവാദത്തിനുണ്ടോ? മുഖാമുഖത്തിനുണ്ടോ? ബഹുമാനപ്പെട്ട മുഹമ്മദ് രാമന്തളി സാഹിബ് എന്റെ പഴയകാല സുഹൃത്താണ്. AP വിഭാഗത്തിന്റെ കൂടെ ഞാൻ പ്രവർത്തിക്കുമ്പോഴും എന്റെ കൂടെ ഉണ്ടായതാണ്. സുന്നത്ത് ജമാഅത്തിന് വേണ്ടിയിട്ട്, മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ മുഖാമുഖങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി നടന്ന ആളാണ്. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ മൂപ്പറപ്രദന എടുത്തിട്ടോ. ഞാൻ പറഞ്ഞു, രാമന്തളി സാഹിബ്, നിങ്ങൾക്കല്ലേ സംവാദത്തിന് ഭയങ്കര പൂതി, നമുക്കൊന്ന് നടത്തണ്ടേ? എന്തേ വരാത്തു? മൂപ്പർ വിളിക്കുന്നുണ്ടാവും. ഇല്ല, ഉസ്താദന്മാരെ തേച്ചു, പക്ഷെ പിടിച്ചു നിൽക്കാൻ കഴിയൂല. കാരണം സമസ്ത കേരള ജമിയത്തുലമ അത് അള്ളാഹുവിന്റെ ഔലിയാക്കൾ നിയന്ത്രിക്കുന്ന സംഘടനയാ. ഞാൻ കഴിഞ്ഞ ആഴ്ച മഹാനായ ശംസുലമയുടെ വരക്കൽ മക്കാമിലേക്ക് പോയി. അവിടെ പോയി വരക്കൽ മക്കാമിൽ ശംസുലമയുടെ അവിടെ കുറെ സമയം ഇരുന്നു. അവസാനം അവിടെയുള്ള ഹാദിമിനോട് ഞാൻ അവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഇപ്പൊ വരക്കൽ കുടുംബത്തിന്റെ അവർ താമസിച്ചൊരു വീടിന്റെ തൊട്ടു മുമ്പിലുണ്ട്. നമ്മളെ മാന്യദേഹം അവിടെയും വന്നു വീട്ടുകാരോട്, ഒന്ന് ഒഴിഞ്ഞു പോവോ, 2 കോടി തരാം. നിങ്ങൾക്ക് അറിയായിരിക്കും, CM മടവൂർ അവിടെയൊക്കെ അതിന് മുമ്പിലൊരു ഭണ്ഡാരം വെക്കുന്നത് പോലെ ഇവിടെയും വെക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മൂപ്പരുടെ തടി വെക്കാൻ. ഞാനും വരക്കൽ മഖാമിന്റെ അടുത്ത് തന്നെയാണ് കിടക്കുന്നതെന്ന് പറയാനായിരിക്കാം. 2 കോടി തരാം. വീട്ടുകാർ പറഞ്ഞു കൊടുക്കുന്നില്ല. 3 തരാം, 4 തരാം, 5 കോടി തരാം. അപ്പൊ വീട്ടുകാർ വിചാരിച്ചു കൊടുത്തേക്കാം. ഇത് അവിടെയുള്ള ഹാദിമീങ്ങൾ അറിഞ്ഞു. അവർ സമസ്ത കേരള ജമിയത്തുലമയുടെ നേതാക്കളെ അറിയിച്ചു. നേതാക്കൾ അവിടെ പോയിട്ട് അവരോട് കാര്യങ്ങൾ അന്വേഷിച്ചു. ഇത് കണ്ട ഉടനെ തന്നെ ഞങ്ങൾ വിലൊന്നും പറഞ്ഞിട്ടില്ല. മോളിന്ന് വിളി വന്നു, 5.5 കോടി. 5.5 കോടി. ബാപ്പു ഉസ്താദ് പറഞ്ഞു, ഇത് സമസ്ത കേരള ജമിയത്തുലമയുടെ അണ്ടറിൽ തന്നെ നിൽക്കണം, നിങ്ങളൊരു വില പറയണം. നമുക്ക് വല്ലാതെ കളിക്കും, വില വേശി 6, 8, 9, 10 എത്ര കൊടുക്കാനും മറു വിഭാഗക്കാർ തയ്യാറാണ്. പക്ഷേ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ കുടുംബക്കാർ പറഞ്ഞു, അവർ 5.5 കോടി പറഞ്ഞിട്ട് പോയതാണ് എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, ബഹുമാനപ്പെട്ട ബാപ്പു ഉസ്താദ് പറഞ്ഞു, ഞങ്ങൾ 5.5 കോടി തരാം. വീട്ടുകാർ പറഞ്ഞു വേണ്ട, 5.40, 1 ലക്ഷം രൂപ ടോക്കൺ കൊടുത്തു. അൽഹംദുലില്ലാഹ് സമസ്ത കേരള ജമിയത്തുലമയുടെ കീഴിൽ തന്നെ അതായി. ഞാൻ ചോദിച്ചു, മറ്റേ കൂട്ടർ ഇവർ വിളയാറുണ്ടോ? ഉണ്ട്. അവരുടെ സമ്മേളനങ്ങൾക്കൊക്കെ ഒരു കൊടി പോക്കറ്റിലിട്ടിട്ട് വരും. അത് മദീനത്തും മക്കത്തൊക്കെ ചിലപ്പോൾ വരാറുണ്ട്. അവിടെയുള്ള കുട്ടികൾ SSF-ന്റെ കൊടി പോക്കറ്റിലിട്ടിട്ട് വരും. കാരണം കൈമ പിടിച്ചിട്ട് വന്നില്ലെങ്കിൽ എപ്പം ജയിലിലിട്ടെന്ന് ചോദിച്ചാൽ മതി. കാരണം ഷെയ്ഖുനാനെ മുമ്പ് ജയിലിലിട്ടിട്ടുണ്ട്. അവരുടെ നേതാവിനെ തന്നെ മുമ്പ് കൊന്നിക്ക് പിടിച്ച് ജയിലിലിട്ടിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ജയിലിലിടും. അപ്പൊ ഈ പോക്കറ്റിൽ കൊടിയിട്ട് വന്നിട്ട് കാബത്തിന്റെ മുമ്പ് ഇങ്ങനെ നടത്തിയിട്ട് ഫോട്ടോ എടുത്തിട്ട്, ഇതാ കാബത്തിന്റെ മുറ്റത്ത് കൊടി കൊണ്ടുവന്നിരിക്കുന്നു. നാട്ടുകാരൊക്കെ ഇങ്ങനെ അന്താളിച്ച് നോക്കൂലേ? അതേപോലെ തന്നെ വരക്കൽ മക്കാമിലും ഇവർ കൊടി കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് 2-3 ഫോട്ടോ ഒക്കെ എടുത്തിട്ട് തിരിച്ചു കൊണ്ടുപോകാറാണ്. ഞാൻ പറഞ്ഞു, ശംസുലമയുടെ അടുത്തേക്ക് പോകൂലേ? ഇല്ല, ആ വാതിലിന്റെ അപ്പുറത്തേക്ക് പോകൂല, അങ്ങോട്ട് തിരിഞ്ഞു നോക്കൂല. വരക്കൽ മുല്ലക്കോയ തങ്ങളെ മാത്രം സന്ദർശിച്ച് തിരിച്ചു പോകും. ഞാൻ പറഞ്ഞു വന്നത്,
ഈ വിഭാഗം സംവാദത്തിനുണ്ടോ മുഖാമുഖത്തിനുണ്ടോ എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളോട് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളുണ്ട് സംവാദത്തിന്. അള്ളാന്റെ ഭൂമിയിൽ എവിടെ വെച്ചും മർക്കസിലുള്ള മുടി അത് വ്യാജ മുടിയാണ്, അത് തിരുകേശമല്ല. എവിടെ വെച്ചും സംവാദത്തിന് ഞങ്ങൾ തയ്യാറാണ്. പാവം നൗഷാദ് ഹസനി കുറെ പറഞ്ഞു നോക്കി, കുറെ പ്രസംഗിച്ചു നോക്കി, മൂപ്പർക്ക് ഹിദായത്ത് കിട്ടി അല്ലേ? അതുപോലെ തന്നെ ആ വിഭാഗത്തിൽപ്പെട്ട പലരും പിന്നെ കാണാനില്ല. നമ്മുടെ ജിഷാമാഹി ഓൺലൈനിൽ ഒന്നിച്ചിരുന്ന് നമ്മൾ പ്രവർത്തിച്ചതാണ്. ഞാൻ മാറി. മൂപ്പർ വിചാരിച്ചത് അത് തിരികേശം തന്നെയാണ്. അതാണ് യഥാർത്ഥ സുന്നത്യമായത്തിന്റെ പാത എന്നൊക്കെ തെറ്റിദ്ധരിച്ച മൂപ്പർ. ഞാനുമായിട്ട് നേർക്കുനേര് വാഗ്വാദങ്ങളുണ്ടായി. എന്തിനേറെ അദ്ദേഹം നാട്ടിൽ വന്നിട്ട് ജാലിയവാലയുടെ അടുത്തേക്ക് 18 മുടികൾ വാങ്ങാൻ പോകുമ്പോ ആദ്യ കോളി എന്നെ. ARCKP ഞാൻ ബോംബെ പോകുന്നുണ്ട്, വരുന്നുണ്ടോ? ഞാൻ പറഞ്ഞു വരുന്നില്ല. കാരണം ആ മുടി മർക്കത്തിലുണ്ടല്ലോ, നമുക്ക് ചർച്ച ഇവിടുന്ന് നടത്താം. പറ്റൂല, ബോംബെയിലേക്ക് തന്നെ വരണം. ഈ കൂട്ടരുടെ കൂടെ എങ്ങനെയാ പോവാ? എനിക്കുറപ്പാണ് അത് വ്യാജമുടിയാണ്. അവിടെ എത്തിയിട്ട് ഇവനും വ്യാജമുടിയാണെന്ന് ബോധ്യപ്പെട്ടാൽ എന്നെ ഇവർ അവിടെ തന്നെ കുഴിച്ചുമൂടും. കാരണം അത്തരത്തിലുള്ള സംഘടനാ സെറ്റപ്പ് എന്തായാലും അവർക്കുണ്ട്. അത് യാതൊരു സംശയമില്ല. തനി ഗുണ്ടായി സംഘടിക്കാനും എന്തിനും കയറൂരി വിട്ട കുറച്ച് ആളുകൾ അവരുടെ കൂടെയുണ്ട്. ഞാൻ പറഞ്ഞു ബോംബെയിലേക്ക് വരുന്നില്ല. നമ്മൾക്ക് മർക്കത്തിലുണ്ടല്ലോ അതേ മുടി, നിങ്ങളുടെ നേതാക്കളും അവിടെയുണ്ടല്ലോ. കോഴിക്കോട് വെച്ച് എവിടെ വെച്ചും അള്ളാന്റെ ഭൂമിയിൽ എവിടെ വെച്ചും നമ്മൾക്ക് ചർച്ച നടത്താം, ഞാൻ തയ്യാറാണ്. അങ്ങനെ ഞാൻ വരുന്നില്ല എന്ന് മനസ്സിലാക്കി ജിഷാൻ മാഹി പോയി. എന്തിനാ പോയെന്നറിയോ? SKSFകാർ ഒരു പാഠം പഠിപ്പിക്കണം, അവിടെ പോകണം. ബഹുമാനപ്പെട്ട ജാലിയ വലിയായിരുന്നു പോന്നവരെ. അവിടെ എത്തിയപ്പോ മനസ്സിലായത് നിസ്കാരം തന്നെ മര്യാദയ്ക്കില്ല. ഞാൻ വിളിച്ചപ്പോ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, എന്റെ അറബി വരുന്നുണ്ട്, അറബിക്ക് 2 മുടി വേണം. നിങ്ങൾ അറബിനോട് അറബിയിൽ സംസാരിക്കൂലേ? അറബിയൊക്കെ ഞാൻ മറന്നുപോയി. മുമ്പ് ഇറാനിലുണ്ടായപ്പോ കുറച്ചൊക്കെ അറിയായിരുന്നു, ഇപ്പൊ തീരെ അറിയില്ല. ഞങ്ങൾ കുറച്ച് ഇല്ല. എന്നാ പിന്നെ ഇംഗ്ലീഷ് സംസാരിച്ചു. ഇംഗ്ലീഷ് അതെനിക്ക് തീരെ അറിയില്ല. എന്റെ മെരിയൊക്കെ കുറച്ചറിയാം. മെരിയമ്മകളിൽ വേണമെങ്കിൽ സംസാരിച്ചോട്ടെ. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് തീരെ അറബി അറിയില്ലേ? ഇല്ല. നിങ്ങൾ പണ്ഡിതനല്ലേ? അല്ല. ഹാഫിളാണോ? അല്ല. സൂറത്തുൽ ഇഖ്ലാസ് അറിയോ? ഇല്ല, മറന്നുപോയി. ജിഷാമായി ചോദിക്കാറുള്ളത് ഫാത്തിഹ മര്യാദയ്ക്ക് ഓതുവെന്നാണ്. ഞാൻ ചോദിച്ചത് സൂറത്തുൽ ഇഖ്ലാസ് നിസ്കരിക്കണ്ടേ, ഓതുവോ? അറിയില്ല, മറന്നുപോയി. ആ സാധനത്തിനെയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പകര ഉസ്താദൊക്കെ വലിയ ആക്കി വെച്ചത്. അങ്ങനെ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. ചറപറ ചർച്ചകളും കാര്യങ്ങളും എല്ലാം നടന്നുപോയി. മുടിക്കു വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പ്രസംഗിച്ച ആളായിരുന്നു ബഹുമാനപ്പെട്ട നൗഷാദ് ഹസനി. ഇന്ന് എവിടെ അദ്ദേഹം? അദ്ദേഹത്തിന് തന്നെ അറിയില്ല, പാവം. അതുപോലെ തന്നെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മുടി വിഷയത്തിൽ എതിർവിഭാഗത്തിന്റെ മാന്യ നേതാവിന്റെ കൂടെ കോടതിയിൽ കക്ഷി ചേർന്ന ആളാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് രാമദ് അലി സാഹിബ്. അദ്ദേഹം ഇന്നിവിടെ. അതുപോലെ തന്നെ ആ വിഭാഗത്തില് നല്ല പാണ്ഡിത്യമുള്ള, വളരെ നന്നായിട്ട് സംസാരിക്കുന്ന, നല്ല പോയിന്റുകൾ പറയുന്ന, നല്ല കഴിവുള്ള ഒരാളാണ് അൻസാർ മാഷ്. ഓൺലൈൻ രംഗത്ത് AP വിഭാഗമെന്ന് പറയാൻ ജിഷാൻ മാഹി. അങ്ങനെ അവർക്ക് വേണ്ടി സംസാരിച്ച് അവർക്ക് വേണ്ടി പ്രവർത്തിച്ചാണ്. അവരൊക്കെ ഇന്ന് എവിടെയാണ്? ഞാൻ അതിന്റെ കൂട്ടത്തിൽ ചോദിക്കാൻ വിട്ടുട്ടോ, നമ്മൾ ഈ സദസ്സിൽ ഒരു AP-കാരനുണ്ടല്ലോ, അദ്ദേഹം ഇവിടെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി വന്നിട്ടുണ്ടോ പോയെന്നറിയില്ല. ഒരു സിദ്ദീഖ് എന്ന് പറയുന്ന ആള് വന്നിട്ടുണ്ടോ? പരസ്യമായിട്ട് പറയാൻ അല്ല, സിദ്ദീഖ് ജലാലി അല്ല, ഒരു സാധാരണക്കാരനാണ്. മൂപ്പർ ഏട്ടന്മാരൊക്കെ സക്കാഫിയാണ്. മൂപ്പർക്ക് സത്യം മനസ്സിലായി. പക്ഷെ കുടുംബക്കാരൊക്കെ എങ്ങനെയാ വെറുപ്പിക്കുക ARCKP? അവിടെ വന്നിട്ട് നിങ്ങൾ എനിക്ക് കാണണമെന്ന് പറഞ്ഞിരുന്നു, അതുകൊണ്ട് ചോദിച്ചാണ്. ഇനി പരസ്യമായിട്ട് പറയാൻ വിഷമമുണ്ടെങ്കിൽ രഹസ്യമായിട്ട് പുറത്തുനിന്ന് കണ്ടാലും മതി. അൽഹംദുലില്ലാ, നമ്മുടെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലെ ചർച്ചകളിൽ കൂടി ഒരുപാട് ആളുകൾ, എത്രത്തോളം എന്ന് പറയാൻ, ഓസ്ട്രേലിയയിലെ ദേവാ പ്രവർത്തനം നടത്തുന്ന മർക്കത്തിൽ ശരീഅത്ത് ക്ലാസ് എടുത്ത പണ്ഡിതനായ അബ്ദുസ്സലാം നദവി വേങ്ങര, അങ്ങനെയുള്ള ഒരുപാട് പണ്ഡിതന്മാർ
മുടിയുമായി വന്ന് ചക്രസാസം വലിക്കുന്ന എതിർവിഭാഗത്തിലെ അവരുടെ നേതാവായ മാന്യദേഹത്തിന്റെ പ്രിയ ശിഷ്യന്മാരിൽ പലരും സുന്നത്തി ജമാഅത്തിന് വേണ്ടിയിട്ട് ഗർജിക്കുന്ന അവരുടെ ക്ലാസ് റൂമിലെ പണ്ഡിതനായ ഈജിപ്തിൽ പോയിട്ട് ബിരുദമെടുത്ത അബ്ദുൽ നസീർ അസ്ഹരി, ഇങ്ങനെ എത്രയെത്ര പണ്ഡിതന്മാർ സാധാരണക്കാരൻ. അതുപോലെ തന്നെ ഒരുപാട് ആളുകളുണ്ട്. പുറത്തു പറയാൻ പ്രശ്നമാണ്. കാരണം ചില കൊടുക്കൽ വാങ്ങൽ എന്തെങ്കിലും ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും. നീ എന്നെ മാങ്ങ കട്ടു എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ തേങ്ങ കട്ടു എന്ന് പറയും, എന്റെ മറ്റത് ഞാൻ പറയും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക. അത്തരത്തിലുള്ള ചില ആളുകൾ ഇന്നും മുടി അംഗീകരിക്കാതെ, ആ സംഘടനയെ അംഗീകരിക്കാതെ, അവരോട് സഹകരിക്കാതെ ഇന്നും നമ്മുടെ കൂടെയുണ്ട് ഒരുപാട് ആളുകൾ. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ പ്രത്യക്ഷമായിട്ട് എന്ത് സംഭവിച്ചാലും സാരമില്ല, അള്ളാഹുവിന്റെ ഹബീബ് മുത്തമണി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി ഈ ജീവൻ തന്നെ ബലി നൽകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് സാഹിര്യങ്ങളുടെ സിഹറിനെ ഭയക്കാതെ, ആക്രമികളുടെ അക്രമത്തെ ഭയക്കാതെ, ഭീഷണികളെ വകവെക്കാതെ ഒരുപാട് ആളുകൾ, ബഹുമാനപ്പെട്ട മുഹമ്മദ് റഹ്മത്ത് അലി സാഹിബ്, അതുപോലെ തന്നെ ജിഷാൻ മാഹി, അൻസാർ മാഷി, അവരോടൊക്കെ ചോദിച്ചാൽ മതി. നേരിട്ടുകൊണ്ടാണ് അവർക്ക് മുന്നോട്ട് വന്നിട്ടുള്ളത്. എനിക്കെന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയാനുള്ളത്, സമസ്ത കേരള ജമിയത്തുൽ, എന്റെ വാക്കായിട്ട് ഞാൻ പറയല്ല, ഇന്നലെ ഞാൻ കേട്ട മഹാനായ ശംസുൽ ഉലമയുടെ പ്രസംഗം കേട്ടു പറയാണ്. അത് അള്ളാഹുവിന്റെ ഔലിയാക്കൾ പടുത്തുയർത്തിയ പ്രസ്ഥാനമാണ്. ലക്ഷക്കണക്കിന് ഔലിയാക്കൾ അതിലുണ്ട്. അത് നിയന്ത്രിക്കുന്നതും അള്ളാഹുവിന്റെ ഔലിയാക്കളാണ്. അതുകൊണ്ട് ആ സംഘടനയിൽ പ്രവർത്തിക്കുക അല്ലേ. നമ്മുടെ ഈ പരിപാടി തന്നെ 2015 ഫെബ്രുവരി മാസം നടക്കുന്ന സിൽവർ ജൂബിലിക്കുള്ള പരിപാടിയാണ്. മംഗലാപുരത്തുനിന്ന് നിങ്ങൾക്ക് പോകാനായിട്ട് സ്പെഷ്യൽ ട്രെയിൻ ഇല്ലാട്ടോ, ബസ്സുമില്ല, ചെലവിന് 1000 രൂപ കാശും തരില്ല, സ്വന്തം പോക്കറ്റിന്റെ പൈസ എടുത്തിട്ട് വേണമെങ്കിൽ പോണം. പോലെ കേട്ടില്ല, മാഷാ അല്ലാഹ്. അപ്പോ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, എനിക്കറിയാം ഞാൻ തന്നെ സത്യം അതാകുമ്പോ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് അങ്ങോട്ട് സംസാരിച്ചാൽ മതി. ചോദ്യകാലം ഒരുപാടുണ്ടാവും. ഒരാൾ മുടി ചോദിച്ചാൽ ഒരാൾ ചട്ടി ചോദിക്കും, ചട്ടി ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ തടി ചോദിക്കും അല്ലേ. ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളാണ്. അൽഹംദുലില്ലാഹ് എല്ലാത്തിനും മറുപടി പറയാറുണ്ട്. ഞാനൊരു പ്രാസംഗികനല്ല, ഞാനൊരു പ്രഭാഷകനല്ല, ഞാനൊരു പണ്ഡിതനല്ല, ഒരു സാധാരണക്കാരനാണ്. അതുകൊണ്ട് തന്നെ എന്റെ പ്രസംഗത്തിൽ പല അപാധകളും വന്നിട്ടുണ്ടാകാം. ഒരുപാട് പണ്ഡിതന്മാരെ മുമ്പിലുണ്ട്, മാഷാ അല്ലാഹ്, പല പണ്ഡിതന്മാരുടെ മുമ്പിലുണ്ട്. എനിക്കൊന്നേ പറയാനുള്ളൂ, മഹാനായ ശംസുൽ ഉലമ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ ദീനാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അതിനുവേണ്ടി പ്രവർത്തിക്കണം. എന്ത് സംഭവിച്ചാലും പ്രശ്നമില്ല, അതിനുവേണ്ടി പ്രവർത്തിക്കണം. ഞാൻ ചോദിക്കുന്നു, ബഹുമാനപ്പെട്ട മംഗലാപുരം ഖാദി ത്വാഖ ഉസ്താദ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, മുടി വിഷയത്തിൽ മൗനം അവലംബിക്കുന്ന ആളുകൾ. പറയാൻ കാരണം, MA ഉസ്താദിന്റെ ക്ലിപ്പ് എന്റെ കുടുംബക്കാരനും കൂടിയാണ് കേട്ടോ, ബഹുമാനപ്പെട്ട MA ഉസ്താദിന്റെ കുടുംബക്കാരൻ കൂടിയാണ്. അദ്ദേഹത്തിന്റെ ക്ലിപ്പ് ഉണ്ട്, അത് പുറത്തു വിടുന്നില്ല. അദ്ദേഹം ഒരു പാവല്ലേ, ഒരു പാവ മനുഷ്യനാണ്. എന്നോട് അങ്ങനെ തന്നെയാ പറഞ്ഞത്. ഞാൻ ആ മുടിയിൽ വിശ്വസിക്കുന്നില്ല, ആ മുടി കാണാനും പോയിട്ടില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഈ കൂട്ടത്തിലേക്ക് പോയത്? അപ്പൊ എന്നോട് പറഞ്ഞു, അന്നത്തെ സാഹചര്യം അതായിരുന്നു. ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങൾ എഴുന്നേറ്റ്, അതുപോലെ ഞാൻ എണീറ്റാണ് AP മുതലെടുത്തു എന്ന് കൈയും പിടിച്ച് ഒറ്റ നടത്തം. പുറത്തേക്ക് പോകാൻ വേണ്ടി എഴുന്നേറ്റല്ല എന്ന് ചുരുക്കി പറഞ്ഞാല്, മുടി പോലെയല്ല, സനതുണ്ട് എന്റെ കയ്യിൽ, വ്യക്തമായ ക്ലിപ്പ് എന്റെ കയ്യിൽ. ഞാൻ പറഞ്ഞു, അദ്ദേഹം ഒരു പാവല്ലേ, അത് പുറത്തു വേണ്ട, പണ്ഡിതനല്ലേ. അപ്പോഴാണ് ത്വാഖ ഉസ്താദ് പറയുന്നത്, മുടി വിഷയത്തിൽ മൗനം അവലംബിക്കുന്നവൻ അവൻ പണ്ഡിതനല്ല. കാരണം ഈ ലോകം തന്നെ പടക്കാൻ കാരണഭൂതരായ അള്ളാഹുവിന്റെ റസൂൽ മുത്തുമണി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് നിന്ദിക്കുന്നത്. പ്രസംഗിച്ച് എവിടം വരെ എത്തി? നേല ഉണ്ടാകാം,
കത്തിപ്പോയേക്കാം. സുന്നിയാണ് പോലും 110 സുന്നി. ആരാ പ്രസംഗിക്കുന്നത്? ബഹുമാനപ്പെട്ട പേരൂട് അബ്ദുറഹ്മാൻ സഖാഫി. എന്തൊക്കെ ദുർവ്യാഖ്യാനം. നേല് ഉണ്ടായേക്കാം, സംഭവം ഈനുണ്ട്. കത്തിപ്പോയേക്കാം, വീണാ കത്തൂല എന്നാ പറഞ്ഞ, ഇട്ടാ കത്തും. കത്തിപ്പോയേക്കാം, സംഭവം ഇത് കത്തും. ഞങ്ങൾ കത്തിച്ചതാണല്ലോ. ഞങ്ങൾക്ക് 7 മുടി കിട്ടി, അതിന് 2 ഞങ്ങൾ കത്തിച്ചു, ഞങ്ങൾക്കറിയാം അത് കത്തുമെന്ന്. അപ്പൊ പറഞ്ഞു അള്ളാഹുവിന്റെ റസൂൽ മുത്തുമണി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരികേശം കത്തിക്കലോ, കുരുത്തക്കേട്, ആക്കിപത്ത് ചീത്തയായി പോവും. അങ്ങനെ ചീത്തയാകണമെങ്കിൽ ആദ്യം ചീത്തയാകേണ്ടത് നിങ്ങൾക്ക് മുടി തന്ന നിങ്ങളുടെ ഹദ്റജിയുടെ ആക്കിപത്താണ്. കാരണം മൂപ്പർ ഇടക്കിടക്ക് ഏത് കത്തിച്ചോക്കലുണ്ട്. മൂപ്പർ ഇടക്കിടക്ക് ഇതെന്താ പാടത്തിന് ഇത്ര പാട് മുടി, മൂപ്പർക്ക് തന്നെ സംശയമാണ്. പിന്നല്ലേ നമ്മളെ കാര്യം, ഇതെന്താ ഇത്ര കെട്ടുകണക്കിന് മുടി, മൂപ്പർ ഇടക്കിടക്കേ കത്തിച്ചു നോക്കും. ഞങ്ങളല്ല പറഞ്ഞത്, അവരുടെ നേതാവായ പകരം ആക്സിനിസ്റ്റാണ്. രണ്ടാമത് ആക്കിപത്ത് ചീത്ത എന്നാരാ? ആദ്യം മുടി കൊടുത്ത ജാലിയവാല. മൂപ്പറെ കുറിച്ച് പിന്നെ പറയലേ ഇല്ല, എല്ലാം ഹദ്റജിയാണ്. ഹദ്റജി 1 കൊടുത്തിട്ടുള്ളൂ, മൂപ്പറ 4 കൊടുത്തിരുന്നു. അതിൽ നിന്ന് 1 UAE കയറ്റുമതി ചെയ്തു, പിന്നെ 1 പ്രസവിച്ചു എന്നും പറഞ്ഞു. അങ്ങനെ 4 ഹദ്റജി കൊടുത്ത 1 5. അവർക്ക് തന്നെ ശരിക്കും അറിയില്ല എത്ര എണ്ണ ഉള്ളത്. ഏതായിരുന്നല്ലോ രണ്ടാമത് ആക്കിപത്ത് ചിത്ത ഏതാ? ജാലിയവാല എടുത്ത്. കാരണം മൂപ്പറ നേല് നോക്കാണ്ട് ഈ സാധനം ആർക്ക് കൊടുക്കൂല. കാരണം മൂപ്പറ നേല് നോക്കൽ ഒരു പ്രത്യേക ടെക്നിക്കാണ്. അങ്ങനെ നോക്കിയാൽ മൂപ്പറ തലയിലെ മുടിയിൽ നോക്കിയാലും ഉണ്ടാവില്ല. അപ്പൊ മൂപ്പർ നേല് നോക്കാണ്ട് ഇവർക്കും കൊടുത്തിട്ടില്ല, ഞങ്ങൾക്കും തന്നിട്ടില്ല. മൂപ്പർ നേലിങ്ങനെ കണ്ടിട്ട് കണ്ട കാണുന്നില്ല, കാണുന്നില്ല. ഞങ്ങൾ നോക്കുമ്പോ ഞങ്ങളെ മുടിക്കും കാണുന്നില്ല, ആ മുടിക്കും കാണുന്നില്ല. നോക്കാണ്ട പോയാണ് നോക്കിയപ്പോ ഞങ്ങളെ മുടിക്കും കണ്ടു, ആ മുടിക്കും കണ്ടു. കാരണം അത് ബോംബെയിലെ ചോർ ബസാറിന്റെ പിന്നാമ്പുറത്ത് തെരുവിൽ നിന്ന് ഏതോ പെണ്ണിന്റെ മുടിയെടുത്തുകൊണ്ടുവന്നാണ്. അതിന് നേലുണ്ടാവുമല്ലോ, എന്തേ സംശയം? അപ്പൊ ചില ആള് ഇപ്പം എപ്പിക്കർ ഏകദേശം ജാലിയവാന്റെ മുടി വിട്ടേ, അത് ചർച്ച ചെയ്യണ്ട, അത് പോക്കന്റെ കാര്യം, അത് പോക്കണ്ട. പക്ഷെ ഹദ്റജി അത് അൻസാരികൾപ്പെട്ടല്ലേ. നമ്മളെ ഇസ്മായിൽ സക്കാഫി ഉസ്താദ് മുമ്പ് പറഞ്ഞിരുന്നു, ഹദ്റജിക്കും സനത് കൊടുക്കേണ്ട ഇവർ തന്നെയാണ്. അതിന്റെ ഫോട്ടോസ് ഈ അടുത്ത കാലത്ത് പുറത്തു വന്നു. സംഭവം എന്താണ്? ഈ പറയുന്ന ഹദ്റജിക്ക് കെട്ടുകണക്കിന് മുടി കൊടുത്ത ജാലിയവാല കൊടുക്കുന്ന അദ്ദേഹത്തിന്റെ മകൻ കൊടുക്കുന്ന ഫോട്ടോ ഇന്ന് ഇന്റർനെറ്റിൽ സുലഭമാണ്. അതിന്റെ ഹോൾസെയിൽ ഡീലർ നമ്മളെ ജാലിയ വലി അത് തന്നെയാണ്. അത് മുക്കൂട്ട് മുന്നണിയിൽപ്പെട്ട ആള്. പിന്നെ പീഡിപ്പിക്കാൻ അൻസാറിൽപ്പെട്ട ആളാണ്, അൻസാരികളെ ഹുബ്ബ് വെക്കണം, അല്ലെങ്കിൽ ആക്കിപത്ത് ചീത്തയായി പോവും. ഹദ്റജിക്ക് 1 മോനല്ല ഇല്ല, 2 മക്കളുണ്ട്. മറ്റേ മകനെയും ബഹുമാനിക്കണ്ടേ? മറ്റേ മകൻ പറയുന്നു, ഇവനെ ആരും അൻസാരികളുടെ നേതാവായിട്ട് തെരഞ്ഞെടുത്തിട്ടില്ല, ഇവന്റെ കയ്യിൽ തിരികേശമില്ല, എന്റെ പിതാവിന്റെ കാലത്ത് ഉണ്ടായിട്ടില്ല, ഇവൻ എവിടുന്നോ വലിച്ചു കൊണ്ടുവന്ന മുടിയാണ്. 2 ബഹുമാനിക്കണ്ടേ? എന്ത് ചെയ്യും? UAE തന്നെ കണ്ട മറ്റൊരു പണ്ഡിതൻ പറയുന്നു, ഇവന്റെ കയ്യിൽ തിരികേശം, ഇവന് 4-5 ബാറുകളുണ്ട് UAE. ഇങ്ങനെയുള്ള കഥകളാണ് പുറത്തു വരുന്നത്. പേരോട് പരമാവധി ശ്രമിച്ചു നോക്കി, പലതും പറഞ്ഞു നോക്കി, പല കള്ളത്തരങ്ങളും പറഞ്ഞു നോക്കി, ഹദീസ് ദുർവ്യാഖ്യാനിച്ചു, അല്ലേ? അല്ലേ? അതുപോലെ തന്നെ അവരുടെ പല നേതാക്കളും പലതും ദുർവ്യാഖ്യാനിച്ചു. അതൊക്കെ നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുകളുടെ പ്രവർത്തകർ കയ്യോടെ പിടികൂടി, സാധാരണക്കാരായ ആളുകൾ പിടികൂടി, പണ്ഡിതന്മാർ പിടികൂടി. അതിൽപ്പെട്ട ചില ആളുകളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്, കയ്യോടെ പിടിച്ചു. അങ്ങനെ ഒരുപാട് ആളുകൾ പലയിടത്തും പിടിച്ചു. മൂപ്പർക്ക് മനസ്സിലായി പ്രസംഗിച്ചാൽ ശരിയാവില്ല, കുട്ടികൾക്കൊക്കെ വിവരം വെച്ചു തുടങ്ങി, നിർത്തി. മുടി പോയിട്ട് ഉച്ചരിക്കുന്നില്ല ആ വിഭാഗം. ഞങ്ങൾ പറയുന്നു, നിങ്ങളുടെ കയ്യിലുള്ളത് അല്ലാഹുവിന്റെ റസൂൽ മുത്തുമണി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരികേശമാണെങ്കിൽ, സംഘടനാപരമായിട്ട് നമ്മൾ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിലും
അള്ളാഹുവിന്റെ ഹബീബിന്റെ തിരികേശം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒന്നാമത്തെ സഫിൽ ഞങ്ങളുണ്ടാകും ബർക്കത്തെടുക്കാൻ. പക്ഷെ തിരു ആയിരിക്കണം എന്നേ ഉള്ളൂ. ഏതായിരുന്നാലും മുടിയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ആധികാരികമായിട്ട് പറയാൻ ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല. അവരൊക്കെ സംസാരിക്കണം. വളരെ ദൂരത്ത് നിന്ന് വന്ന ആളുകളാണ്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരോടും ദുആ വസിയത്ത് ചെയ്തുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.